ഒരു MS ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അതിലെ താഴെ ഹോം ബട്ടണുകളിൽ ബൈ ആൻഡ് സെൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ടാബുകൾ കാണാം. ഒന്ന് ഷോപ്പ് നൗ, ഒന്ന് മൈ സ്റ്റോർ. ഇവിടെ പരിചയപ്പെടുന്നത് മൈ സ്റ്റോർ. എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. ഇവിടെ താഴെ ക്രിയേറ്റ് സ്റ്റോർ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനു മുമ്പ് അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ബൈ ആൻഡ് സെല്ല് ഓപ്പൺ ചെയ്യുക. മൈ സ്റ്റോറിലേക്ക് വരിക. ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കുക. ഇവിടെ സ്റ്റോറിൻ്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ശേഷം സ്റ്റോറിൻ്റെ പേര്, സ്റ്റോറിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഏത് സെക്ഷൻ ആണെന്നുള്ളത്, ഹോം, അഗ്രികൾച്ചർ, ക്ലീനിങ്, ജ്വല്ലറി, സ്പൈസർ, ബേക്കറി, കേക്ക് ഷോപ്പ്, ബേക്കറി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും അതിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അതുപോലെ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ഇവിടെ കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ടാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം, ഓപ്ഷനിലാണ്. സ്റ്റോറിൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്. ശേഷം സ്റ്റാർട്ട് ടൈം, ഷോപ്പ് തുടങ്ങുന്ന സമയം. ഓക്കെ, അത് എൻഡ് ടൈം കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ, നിങ്ങളെ ലൊക്കേഷൻ മാപ്പിൽ നിന്ന് നിങ്ങളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളെ ബാങ്കിൻ്റെ QR കോഡ് ഏതാണ് അത് കൊടുക്കുക, അപ്ലോഡ് ചെയ്യാം. ശേഷം UPI നമ്പർ, UPI ID, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, പഞ്ചായത്ത്, ലോക്കൽ ബോഡി നെയിം, ഡോക്യുമെന്റ്, നമ്മളെ ഷോപ്പ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ശേഷം വാർഡ്, ഏത് വാർഡിലാണെന്നുള്ള എഴുതുക. ഫിനിഷ്. ഇപ്പൊ നിങ്ങൾ ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് പെർമിഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അത് വെരിഫിക്കേഷൻ ചെന്നാൽ വെരിഫിക്കേഷൻ നോട്ടീസ് ലഭിക്കുന്നത്.